നമ്മുടെ വീടുകളിലുള്ള PVC ടാപ്പുകൾ ഇത് എത്ര കൂട്ടിയാലും വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ലീക്കേജ് നമുക്ക് 1 രൂപ പോലും മുടക്കാതെ മാറ്റാൻ പറ്റും. ഈ PVC ടാപ്പ് അഴിക്കുക പോലും വേണ്ട. ഇതിൻ്റെ ടോപ്പിലുള്ള ആ ഫിറ്റിങ് മാത്രം അഴിച്ചെടുത്തത് നമ്മൾ ഒരു സാധനവും മാറാതെ തന്നെ ഇത് ശരിയാക്കുന്ന ഒരു വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകും. ഇതിൻ്റെ മുകളിലുള്ള പിന്നെ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു സ്ക്രൂ ആണ്. ആ സ്ക്രൂ സിമ്പിളായിട്ട് ഇങ്ങനെ ഊരാം. അതിനു മുമ്പ് നമുക്ക് ഇത് ആദ്യം തന്നെ ഇതിൻ്റെ വാൽവ് ഒന്ന് പൂട്ടി വെള്ളം ഒന്ന് ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തുള്ള വെള്ളം തുറന്ന് കളഞ്ഞ് കഴിച്ചെടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിതൊരു പ്ലെയർ വെച്ച് കൈ കൊണ്ട് തിരിച്ചാൽ പോരുമായിരിക്കും. പ്ലെയർ എടുത്ത് ഇങ്ങനെ ഊരിയെടുക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സൈഡ് തേഞ്ഞ് പോയിട്ടുണ്ട്. ഇതൊരു റബ്ബറിൻ്റെ പോലത്തെ ബുഷാണ്. അത് തേഞ്ഞ് പോയതാണ്. ഈ ബുഷ് എല്ലാ കടയിലൊന്നും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ തേഞ്ഞ് പോയതിൻ്റെ ലെവലിൽ നമുക്ക് ബാക്കിയുള്ള സൈഡും ഇച്ചിരി പേപ്പർ പിടിക്കുകയോ അരം കൊണ്ട് രാവുകയോ ചെയ്ത് ലെവലാക്കി കഴിഞ്ഞാൽ ആ ലീക്കേജ് മാറുന്നതാണ്. അപ്പോഴത്തെ തേഞ്ഞ് പോയ സൈഡിലോട്ട് നമ്മളാകുന്നില്ല. കൂടുതലായി നിൽക്കുന്ന സൈഡിൽ ആകി തേഞ്ഞ് പോയതിൻ്റെ ലെവലാക്കുകയാണ്. ഏകദേശം ലെവലായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ ആകാനുണ്ട്. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇനി മുകളിലത്തെ ഗ്യാപ്പിട്ട് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ഇട്ട് നമ്മൾ മുറുക്കിയിട്ടുണ്ട്.
നമുക്കൊന്ന് വാൽവ് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പൈപ്പ് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം വെള്ളം വരുന്നുണ്ട്. ഇനി കൂട്ടി നോക്കാം. ഇപ്പോൾ ലീക്കേജ് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വീട്ടിലെ ഏത് പൈപ്പും മാറാതെ തന്നെ ലീക്കേജ് മാറ്റി വീണ്ടും കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാധാരണഗതിയിൽ ഒരു ചെറിയ ലീക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരും ആ ടാപ്പ് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ വാഷർ അന്വേഷിച്ചാലും കടയിൽ കിട്ടാനില്ലാത്ത സാഹചര്യം വരുമ്പോൾ അതങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതാർക്കും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമാണ്. താങ്ക് യു. ഇനി അതിൻ്റെ മുകളിലത്തെ അടപ്പും കൂടെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ആയിരിക്കുകയാണ്.